വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. മീഷോ കിഡ്സ് വെയർ ആണ്. അപ്പോൾ ഒരുപാട് കിഡ്സ് വെയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിത് രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ഇതിലും ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള കിഡ്സ് വെയർ ആണ്. എല്ലാം തന്നെ 300 റുപ്പീസിന് താഴെയാണ്. അധികവും 100 സംതിങ്ങിന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മളൊരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനുള്ള ഒരു ഗിവ് അവേ ആണ്. അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള റീൽ ഒന്ന് കാണാം. അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് കുറേ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ ഓരോരോ ഡ്രസ്സസ് ആയിട്ട് കാണാം. ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഒരു സ്കേർട്ട് സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ സ്കേർട്ടാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ബോ കൊടുത്തിട്ടുണ്ട്. പോളിസ്റ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോവല്ലേ, അപ്പോൾ പോളിസ്റ്റർ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ്. ഇതിൻ്റെ ടോപ്പ് നല്ല സ്റ്റൈലിഷ് ആണ് കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു കയർ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് അങ്ങനത്തെ സ്ലീവാണ് വന്നിട്ടുള്ളത്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു റഫിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ്. നല്ല ഭംഗി ഉണ്ടാവും ഇത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ. പോളിസ്റ്റർ ആണെന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കിട്ടുക എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് 1 ഇയേഴ്സിൻ്റെതാണ്. ചെറിയ സൈസസും വലിയ സൈസസൊക്കെ അവൈലബിൾ ആണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഷോർട്ട് സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിന് വന്നിട്ടുള്ളത്. ഒരു പെപ്ലം ടോപ്പ് പോലെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വരുന്നത്. ഇവിടെയൊക്കെ നല്ല ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനത്തത് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് കോട്ടൺ മാത്രമുള്ളത് മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഡ്രസ്സ്. അടുത്തത് അഗെയിൻ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. പക്ഷെ എന്തോ എനിക്ക് ഇതിൻ്റെ മെറ്റീരിയലിൽ ചെറിയൊരു വ്യത്യാസം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലൊക്കെ അതിൻ്റെ അത്രയും ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് അതിൻ്റെ ഗ്രീൻ കളറാണ്. മേ ബി 2 സെല്ലേഴ്സ് ആയത് കാരണമായിരിക്കാം. എന്തായാലും ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് എനിക്ക് തോന്നുന്നു 165 അങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡെയിലി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അടുത്തത് ഒരു ഷോർട്ട് സെറ്റ് ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വരുന്നത്. ഇത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു 3 വൈറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ്. സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സ്റ്റൈൽ ചെയ്ത നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതിനും എനിക്ക് തോന്നുന്നു 100 സംതിങ് അല്ലെങ്കിൽ 200 സംതിങ് ആയിരിക്കും. എന്തായാലും അതിന് വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആ ഒരു പ്രൈസിൽ നമുക്ക് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കിട്ടിയല്ലേ. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ബ്ലെൻഡ് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അതിൽ കോട്ടൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഈ ഒരു ടോപ്പ് ആൻഡ് ഷോർട്ട് സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്ട്സ് പ്ലെയിൻ പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. ഭയങ്കര കുറച്ച് സീ ത്രൂ ആണ് കേട്ടോ. തീരെ കട്ടില്ലാത്ത മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ബോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൽ. പിന്നെ ഇതിൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം സീ ത്രൂ ആയിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ 1 ഇയേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലും വേറെ സൈസസ് അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാത്തിലും വേറെ സൈസസ് അവൈലബിൾ ആണ്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ടുള്ളത്. ഓവറോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഡെയിലി വെയർസ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ. ഇതൊക്കെ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് വരുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് വൺ ഉണ്ടല്ലോ, ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിലും ഞാൻ 1 ഇയേഴ്സാണ് സൈസ് എടുത്തിട്ടുള്ള. വേറെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. സോ ഡെയിലി വെയർ ആയിട്ട് കുട്ടികൾക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക ഷോർട്ട് സെറ്റ് ആയിരിക്കും. സോ ഇത് ഷോർട്ട് സെറ്റ് ആണ്. ഈ ഇതിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ റബ്ബർ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ടർഫ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രിന്റും ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സോ കുട്ടികൾക്ക് നമുക്ക് നൈറ്റ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഹോം വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലിൽ വരുന്ന ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു പിങ്ക് കളറ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ്. സോ ഇതാണ് ഇതിൻ്റെ ഷോർട്ട്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിലും വേറെ സൈസസ് അവൈലബിൾ ആണ്. 100 സംതിങ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. എന്തായാലും വേർത്താണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഇതിലും ഞാൻ എടുത്തിട്ടുള്ള 1 ഇയേഴ്സ് ആയിരുന്നു. പക്ഷെ വന്നിട്ടുള്ളത് 7 to 8 ഇയേഴ്സ് ആണ്. മാത്രമല്ല ഞാനൊരു ഷോർട്ട് സെറ്റ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നിട്ടുള്ളത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു പാൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലും
അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു റിപ്ഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് സമ്മർ അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇനി മഴക്കാലം വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇങ്ങനെയുള്ള ഡ്രസ്സസ് ആയിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ, കാരണം തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ്. ഇതിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതാണ്. ആ ഒരു മോഡലിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ളതാണ്, വലിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള സൈസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ കാണിച്ച കളക്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.